എല്ലാരും അങ്ങനെ പറയാൻ പറ്റും. 100% പെണ്ണുങ്ങൾ ചുമ്മാ ഫിലോസഫി പറയാം. ആമി ഉൾപ്പെടെ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ അല്ലാതെ ഞാൻ പറയുന്നില്ല. അത്രേ ഉള്ളൂ. 1% ഒന്നുമില്ല, 1% അങ്ങനെ ഇല്ല. അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എടുത്ത് പറയും 1% പോലും അങ്ങനെയല്ല. അത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ അയ്യോ അങ്ങനെ അതങ്ങനെയാണ്. അത് ഞാൻ കുറ്റം പറയല്ല. ഇപ്പൊ ആമി അത് ചിന്തിച്ചത് ആമി കുറ്റമല്ല. ആമി ഇപ്പം ഒരു സാമ്പത്തിക, അത് ആമി ഒരു സേഫ്റ്റിയാണത്. സാമ്പത്തികം ഒക്കെ വേണം, അതൊരു റിയാലിറ്റിയും കൂടിയാണ്. പക്ഷെ പഴയ പോലെ പ്രണയങ്ങളില്ല ഇപ്പോൾ. നിങ്ങൾ ഒരാളെ പ്രണയിക്കണമെങ്കിൽ പ്രണയിക്കൂ. ആ പ്രണയം അങ്ങേ അറ്റം പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? വിവാഹം കഴിക്കരുത്. വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ആ ആദ്യത്തെ ഉള്ള ഈ സാധനം അങ്ങ് മാറും. പ്രണയിച്ച് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പ്രാരാബ്ദങ്ങൾ വരും. പിന്നെ അതിൻ്റെ ചുറ്റിലാവും. ആദ്യം പ്രണയിച്ചിരുന്ന കണക്കോ, അല്ലെങ്കിൽ കോഫി ഷോപ്പിൽ പോയിരുന്ന കണക്കോ, അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങി അങ്ങനെ അടിക്കടി തരുന്ന കണക്കോ, പുകഴ്ത്തി പറഞ്ഞ കണക്കോ ഉള്ള സമയം പാർട്ട്ണർക്കും ഉണ്ടാവില്ല. രണ്ടുപേർക്കും ഉണ്ടാവില്ല. രണ്ടുപേരും ഡ്യൂട്ടിയിലാവും. കുട്ടികളായി കഴിഞ്ഞാൽ അമ്മയായി, അങ്ങനെ ഒരുപാട്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യണം. അപ്പം നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് പ്രണയിക്കണമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്തുള്ളൊരു സാധനം. അല്ലെങ്കിൽ ആ നിങ്ങൾ എല്ലാ കാവ്യങ്ങളും നോക്കും, എല്ലാ കാവ്യങ്ങളും എടുത്തു നോക്കും, എഴുതപ്പെട്ട എല്ലാ സാധനങ്ങളും. കല്യാണത്തിലെല്ലാം അവസാനിച്ച ഒരു പ്രണയങ്ങൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ പ്രണയങ്ങളും എന്താണ്? പ്രണയമായി തന്നെ ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ദുരന്തമായി മാറുകയായിരുന്നു. വിവാഹം കഴിച്ച ഒരു സാധനം ഇല്ല നമ്മൾ നല്ല കാവ്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെയും. അപ്പോൾ പ്രണയമായി തന്നെ തുടർന്നോ. നിങ്ങൾ വിവാഹം കഴിക്കാതിരുന്നാൽ മതി.